ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങണ കറുമുറ തിന്നണ ചിക്കൻ പൊക്കവട സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കിനി ആദ്യം ഇത് മസാല പുരട്ടി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഇറച്ചിയാണ്. അതിനുള്ള മസാലകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഞാനിവിടെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇറച്ചി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എല്ലൊന്നുമില്ല. ഇനിയിപ്പോൾ ചെറിയ ചെറിയ എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയ എല്ലൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ എല്ല് ചെറുതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കതിലേക്ക് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇടുന്നത്. ഇത് നീളത്തിൽ കനം കുറച്ചരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ലേശം കറിവേപ്പിലയും ലേശം മല്ലിച്ചപ്പും. നമുക്കിനി ഇത് കറുമുറ ആവാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 3/4 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും എരിവ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എരിവിനനുസരിച്ച് അവർക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് എരിവിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ചതച്ചതിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടുകളിൽ ഗരം മസാല ഉണ്ടാവില്ല, അത് ഇട്ട് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിന് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 2 കോഴിമുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഇട്ടത് കൊണ്ടേ നല്ല തിരുമ്മി വേണം ഇളക്കാൻ കേട്ടോ. ഇതേപോലെ നല്ല തിരുമ്മി ഇളക്കുക. ഉള്ളിയൊക്കെ ഒന്ന് കയ്യിൽ തിരുമ്മിയിട്ടേ ഒന്ന് പിശഞ്ഞ് വരട്ടെ, ഉടഞ്ഞ് വരട്ടെ ഉള്ളിയൊക്കെ. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കാം. കൂടിയോ? കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കണേ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. വല്ലാതെ ലൂസാവാൻ പാടില്ല കേട്ടോ, കുറച്ച് കട്ടിയിലിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ മുരുമുരുപ്പ് കിട്ടുക. വെള്ളം പോലെ ആയാൽ മുരുമുരിക്കും, പക്ഷെ ഒരുപാട് സമയം പിടിക്കും. ഇതേപോലെ നമുക്ക് കുഴച്ച് വെക്കട്ടോ. ഈ കട്ടിക്ക് കുഴച്ചെടുക്കുക. കണ്ടില്ലേ എങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വരണം. ഇതിപ്പോൾ പൊടിയും ഇറച്ചിയും മസാലകളും എല്ലാം ഇവിടെ നന്നായിട്ട് കുഴച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ ഒരു 1/2 മണിക്കൂർ നമുക്കിവിടെ മൂടി വെക്കാം. ഇതിവിടെ ഇരുന്നോട്ട്.
ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു 3/4 ഭാഗം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാവാൻ പാടില്ല. നല്ല ചൂടായാൽ വേഗം മുരിയും, പക്ഷെ ഉള്ളിലുള്ള ഇറച്ചി വേഗില്ല. അതുകൊണ്ടാണ് ഒരു 3/4 ചൂടായ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഇടാനുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. വല്ലാതെ എണ്ണ ചൂടാവാതിരിക്കാനും പാടില്ല. അപ്പോൾ ഇത് എണ്ണ കുടിക്കും കേട്ടോ. നമ്മളിത് ഇട്ടിട്ടിപ്പോൾ 1 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണത് എന്തിനാന്ന് പറഞ്ഞാൽ ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ വേർപെടുത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇത് നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങണത് നല്ല കളർ പൊടിയിട്ട് അവർ ചോപ്പിച്ച് തരും. നമ്മളിപ്പോൾ ഇവിടെ കളർ പൊടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോഴാണ് ഇതാ കളർ കുറവ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊക്കവട ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി എടുക്കാം. കണ്ടാമോ, ഇടുമ്പോൾ തന്നെ മുരുമുരുന്ന് കേൾക്കണ്. അങ്ങനെ നമ്മുടെ അവസാനത്തേത് ആയിക്കഴിഞ്ഞു. അവസാനത്തേത് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊക്കവട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ? കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊക്കവട റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ചിക്കൻ പൊക്കവട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.